പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോ ഉള്ളത് കശ്മീരിലെ മനോഹരമായിട്ടുള്ള ഗുൽമർഗിലാണ്. നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാലേ നിങ്ങളൊക്കെ പറയാ എങ്ങനെ അറിയോ, ആ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തതിന് ചെങ്ങായി മരിച്ചു, അതിൽ ഇഞ്ഞ അറിയുന്ന ആൾക്കാരൊക്കെ പറയാൻ എന്താ അറിയോ, ഓ മയ്യത്തായി വഫാത്തായി എന്നാ പറയാ. വേണ്ടപ്പെട്ടവരാണെങ്കിൽ പോലും മയ്യത്തപ്പഴ എടുക്കാന്ന് ചോദിക്കാം. അതായത് ഇന്റെ ജനാസിന്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും മയ്യത്ത് നമസ്കാരം ഇത്ര സമയം എന്നുള്ളത്. ഇതൊക്കെ പറയണ കാരണം എന്താ അറിയോ, നമ്മളെ ലൈഫ് ഒരു 60-70 വയസ്സ് മാക്സിമം ഇപ്പത്തെ കാലത്ത്. അതിന്റെ മേലൊക്കെ കിട്ടിയെന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കണു, ലൈഫ് ഇങ്ങനെ ഇങ്ങനെ പോണു. അപ്പൊ ആലോചിച്ച് നോക്കി, 10-30 വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുമല്ലോ എങ്ങനെ 30 വയസ്സായത്. അല്ലെങ്കിൽ ഓരോ ബർത്ത്ഡേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, എത്ര പെട്ടെന്നാണ് ഇത് ഇങ്ങനെ ആവണത്. നമുക്ക് ഒരിക്കലും ആലോചിച്ച് കഴിഞ്ഞാൽ പിരാന്താവും. കാരണം ഒരു 60 വയസ്സൊക്കെയാണ് നമ്മളെ ആവറേജ് ഒരു പീരീഡ് എങ്കിൽ 30 ആയിക്കണമെങ്കിൽ നമ്മൾ പൗതി ആയി കഴിഞ്ഞു. ഇനി ഒരു പൗതിയും കൂടി ഉള്ളൂ. ഈ പൗതി എങ്ങനെ ആയാലും നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല. ഞാൻ പറയണത് വെറുതെ ടെൻഷൻ ആവണ്ട, ഇത് കേട്ടുകണ്ട് ഇത്രയുള്ളൂ. കുറച്ച് സമയം നമുക്ക് കൂടെ ഉള്ളൂ. അപ്പോ ആ സമയം നല്ല വേർത്തായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക. നാളെ മരിച്ചു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ പേര് പോലും നമുക്ക് കിട്ടൂല. അപ്പോൾ ജീവനോടുള്ള സമയം നമ്മളെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ട്രാവലൊക്കെ പോവാ, ഫാമിലിയോടൊപ്പോ ബന്ധപ്പെട്ടവരോടൊപ്പോ അല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിലും പോവുക. അതൊരു വേറെ വൈബായിരിക്കും. മെന്റൽ ഹാപ്പിനെസിന് വേണ്ടി ഏറ്റവും വലിയ ഹീലിംഗ് മെത്തേഡ് ഇങ്ങനെ ട്രാവൽ ചെയ്യാന്നുള്ളതാണ്. ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇരിക്കണ്ട, ട്രാവൽ ചെയ്തോളി. നമ്മളിത് കശ്മീരിലെ മനോഹരമായിട്ടുള്ള ഗുൽമർഗിലാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വിചാരിക്കും നമ്മളെ കൊണ്ടൊന്നും കഴിയൂല, പൈസയും കാര്യങ്ങളൊക്കെ അത് ഇത് കണ്ടിട്ട്. ബുദ്ധിമുട്ടുകളില്ലാത്ത ആൾക്കാരൊന്നുമില്ല ഈ ദുനിയാവിൽ. മനുഷ്യന്മാരായിട്ട് ആരൊക്കെ ജീവിക്കണ്ടോ ഓൽക്കൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പഠിച്ചും കൊടുത്തിട്ടുണ്ട്. ഫൈനമായിന്നാ പറഞ്ഞുള്ളത്. പിന്നെ സൂറത്തുൽ ബക്കറയിൽ പറഞ്ഞിട്ടുണ്ടോ, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്കത് സഹിക്കാനുള്ള കെൽപ്പുണ്ട് എന്നുള്ളതാണ് അതിന്റെ ലിറ്ററൽ മീനിങ്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷൻ ചെയ്താണ്ട് ആണ് ജീവിക്കുക. ഇതങ്ങനത്തെ പോവന്നെ. പിന്നെ അങ്ങനെ ട്രാവൽ ചെയ്യാം. ഇതൊക്കെ ഈ ഓരോ കപ്പിൾസ്, നമ്മളിവിടെ സിംഗിൾ ആയിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ ഈ ഓരോ കപ്പിളായിട്ട് ഗിപ്പിളായിട്ട് പോണോക്കി ഓലൊക്കെ വീഡിയോസും ഫോട്ടോസും എടുക്കണം. ഇഞ്ച പണി നമ്മൾ അതൊക്കെ മറന്നായിട്ട് ഫോട്ടോസും വീഡിയോസും എടുത്ത് ട്രാവൽ ചെയ്യും. അപ്പൊ എല്ലാവരും ട്രാവൽ ചെയ്യും, സംഭവം നൈസാക്കാരം.